നമുക്ക് 20 മിനിറ്റും 40 മിനിറ്റൊക്കെ ഒരു സ്ട്രെച്ചിൽ തന്നെ ഫോൺ ഉപയോഗിക്കുമ്പം പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നില്ല അല്ലേ? നമ്മൾ ഒരു റീൽ സ്ക്രോൾ ചെയ്യുന്നു, അടുത്തത് സ്ക്രോൾ ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ അങ്ങനെ തന്നെ ആയി പോവുകയാണ്. ബട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് നമുക്ക് ഒരു 10 മിനിറ്റ് പോലും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പം തീരെ പറ്റാത്തത് എന്നത്? ഇവിടെയാണ് നമ്മൾ ഡോപ്പമിൻ ഹാബിറ്റ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഹായ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനിറ്റ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡോപ്പമിൻ ഹാബിറ്റ്സ് ആണ്. ആദ്യമേ തന്നെ എന്താണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്? അത് ഒരു ഹാപ്പി ഹോർമോൺ അല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി നമുക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഒരു ടാസ്ക് കംപ്ലീറ്റ്ലി സക്സസ് ചെയ്യുമ്പോഴോ നമുക്ക് മോട്ടിവേഷൻ കിട്ടുമ്പോഴോ ഒക്കെ നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കെമിക്കലാണത്. ഇനി ഡോപ്പമിൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബ്രെയിനിനൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് ഇവിടെ എവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഡോപ്പമിൻ നമുക്ക് പല രീതിയിൽ നമുക്ക് കിട്ടും. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വഴിയാണ് നമ്മുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പം അത് പെട്ടെന്ന് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരാൾ നമുക്ക് മെസ്സേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരു റീലിൽ കണ്ട കാര്യമല്ല അടുത്ത റീലിൽ കാണുന്നത്, അതല്ല അടുത്ത റീലിൽ കാണുന്നത്. സോ ഇങ്ങനെ നമ്മൾ തുടരെ തുടരെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് ഇത് എവിടെയാണ് ഒരു പ്രശ്നം വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും, പ്രൊഡക്ടിവിറ്റി കുറയും, പ്രോകാസ്റ്റിനേഷൻ കൂടും, കോൺസെൻട്രേഷൻ പവർ കുറയും. ഇങ്ങനെ നമ്മളെ ശരിക്കും ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒരു സക്സസ്സിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കുറയും. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഓൾറെഡി പരിശീലിച്ച് കഴിഞ്ഞു. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു ഡോപ്പമിൻ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഒരു ശീലമായി കഴിഞ്ഞിരിക്കുന്നു, പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അല്ലാതെ നല്ല ഹെൽത്തി രീതിയിൽ നമുക്ക് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുക എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പാടെ ഫോൺ നോക്കാതെ ഇരിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. ഇത് നമ്മൾ ഒത്തിരി എല്ലാവരും, ഡോക്ടേഴ്സ് ആയാലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ബട്ട് ഇത് ഇപ്പോഴും അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. അതായത് നമ്മൾ എഴുന്നേറ്റ് പാടെ ഫോൺ നോക്കുമ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സോ അത് നമ്മുടെ എത്രയോ സമയം നമുക്ക് അങ്ങനെ തന്നെ നഷ്ടപ്പെടുന്നു. ബിക്കോസ് നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നിർത്താനേ തോന്നത്തില്ല, നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സ് പോലെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ എഴുന്നേറ്റ് പാടെ ഫോൺ എടുക്കുന്നതിനേക്കാളും മുൻപേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ആ ഒരു ഫോൺ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ഡോപ്പമിൻ്റെ അളവ് നമുക്ക് കുറയും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, സൺലൈറ്റ് മാക്സിമം നമ്മുടെ ബോഡിയിലേക്ക് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഈ മോർണിംഗ് സൺലൈറ്റ് ഒക്കെ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സത്യം പറഞ്ഞാൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ഹെൽത്തി വേ ആണ്. അതായത് ഇൻസ്റ്റൻറ്റ് പ്ലഷറിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനേക്കാളും എത്രയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണിത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും റിവാർഡ് കിട്ടുമ്പോഴോ നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴോ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വലിയൊരു ടാസ്ക്, മേ ബി ഇന്ന് വീട് മുഴുവൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. അത് ഫുള്ള് കഴിയുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഉൽപ്പാദനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ബട്ട് അതിനേക്കാളും നല്ലത് എന്താ പറയുന്നത്, പ്രിപ്പയർ ബെഡ്. അത് നിങ്ങളുടെ ഒരു ടാർഗറ്റായിട്ട് ചെയ്യാം. അപ്പോൾ അത് ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സന്തോഷം നമ്മുടെ ശരീരത്തിൽ തന്നെ കിട്ടും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മീൽ പ്ലാൻ ചെയ്യുക. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഈ വീട് ഡീപ്പ് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാർഗറ്റായിട്ട് എഴുതുമ്പം അത്രയും സമയം നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയും ഒരു എന്താ പറയുന്നത്, ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം നമ്മൾ ഫോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലഷർ വേണമെങ്കിൽ കിട്ടും. കാരണം ഇതെങ്ങനെയല്ല എന്നുള്ളത് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ പതുക്കെ റീസെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ഇതല്ല നമുക്ക് വേണ്ടത് എന്നുള്ളത് പതിയെ പതിയെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഫോൺ മാക്സിമം മാറ്റി വയ്ക്കുക. അതർവൈസ് നിങ്ങൾക്ക് നല്ല കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് വെച്ചാലും പ്രശ്നമില്ല. പക്ഷെ
ഒരു കാരണവശാലും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പിലൊക്കെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ അടുത്തുണ്ടെങ്കിൽ നമ്മൾ വളരെ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിന്റെ സമയത്ത് പോലും നമ്മുടെ കൈ അറിയാതെ ആ ഫോണിലോട്ട് ഇങ്ങനെ ഒരു പോകാനുള്ളൊരു പ്രവണത, ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ട് ഒരു 25 മിനിറ്റ്സ് ഒരു കാര്യം ചെയ്യുക, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നല്ല ഡോപ്പമിൻ ഹാബിറ്റ്സ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് എന്ന് പറയുന്നത്. സ്ലീപ്പ് ഇല്ലാത്ത ഒരു ബോഡി എന്ന് പറയുന്നത് കൂടുതലും സ്ട്രെസ് ആയിരിക്കും ആ ബോഡിയിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഉറക്കം വരാത്തപ്പം ഇപ്പം മിക്ക ആളുകളും ചെയ്യുന്നത് ഫോൺ എടുക്കുക എന്നുള്ളതാണ്. കാരണം ആ ഉറങ്ങാതിരിക്കുന്ന ആ ഒരു സ്ട്രെസ് ഉള്ള അവസ്ഥയിൽ നിന്ന് ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ എടുക്കുന്നു, സ്ക്രോളിംഗ് തന്നെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഒട്ടും ഒരു കോൺസെൻട്രേഷൻ സ്പാൻ, ഒട്ടും നമുക്കൊരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുന്നത്, എൻ്റെ അറിയുന്ന ആളുകൾ തന്നെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈവൻ നമ്മുടെ ഇപ്പോഴത്തെ ഈ റീൽസും ഷോർട്സും പോലും അവർക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റുന്നില്ല. ഒരു ഹാഫ് എത്തുമ്പോഴത്തേനും അവർ അത് സ്ക്രോൾ ചെയ്യാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, അവർ എത്ര കോൺസെൻട്രേഷൻ അവരുടെ കുറഞ്ഞിട്ടുണ്ടാവും. ഇത് നമുക്കും ഇത് വിദൂരതയിലുള്ള ഒരു കാര്യമല്ല. ഈ ഒരു പോക്കാണെങ്കിൽ നമുക്കും ഇതേപോലെ തന്നെ അതിനെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മൂവി, ഒരു സീരീസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ മുഴുവനായിട്ടും കണ്ട് തീർക്കുക. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓടിച്ചു വിടാൻ പോകുന്നതോ അല്ലെങ്കിൽ സ്പീഡിൽ കാണുന്നതോ, ഈ സ്പീഡിൽ കാണുന്നതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ടൈം കിട്ടുന്ന കാര്യമാണെന്ന് വിചാരിച്ചാൽ പോലും അത് ഒരു രീതിയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ കോൺസെൻട്രേഷൻ അത്രയും കുറവാണ് എന്നാണ് അത് കാണിക്കുന്നത്. നമുക്ക് ഒന്നിനോട് ഒരു തൃപ്തി വരാത്ത അവസ്ഥ അല്ലേ. ഇപ്പം ഫോൺ എത്ര നേരം വേണമെങ്കിലും നമുക്ക് നോക്കാം. കാരണം എന്താ, നമുക്ക് അതിനോടൊരു മടുപ്പ്, ഒരു വിരസത വരുന്നില്ല. ബട്ട് ഒരു പുസ്തകത്തിൻ്റെ ഒരു 2-3 പേജസ് പോലും നമുക്ക് വായിക്കാനുള്ളത്, ഈവൻ എൻ്റെ കാര്യമായാൽ പോലും അങ്ങനെ തന്നെയാണ്. പണ്ട് ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ഒരു ബുക്ക് തീർക്കുമായിരുന്നെങ്കിൽ ഇപ്പം എനിക്കും ഒരു 5-6 പേജ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫോൺ എവിടെ എന്നുള്ളൊരു ചിന്ത വരും. നിങ്ങൾ അത്രയും നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു ഡോപ്പമിൻ ഹാബിറ്റ്സിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സിംറ്റമാണ് ഒരു 20 മിനിറ്റ് നിങ്ങളുടെ കയ്യിൽ ഫോൺ ഇല്ലാതെ ആകുമ്പം നിങ്ങൾ അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു. അപ്പം അതേപോലെ തന്നെ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല ഫുഡ് കഴിക്കുക. ഈവൻ നമ്മളൊരു ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ പോലും നമ്മുടെ ബോഡി അത് മനസ്സിലാക്കുന്നുണ്ട്. ഈ ജങ്ക് കഴിക്കുന്നത്, ഒത്തിരി പേര് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. മേ ബി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് അതിൽ നിന്ന് നമുക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പതിയെ ആ ഒരു സിസ്റ്റത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങളൊരു ഹെൽത്തി ഫുഡ് കഴിക്കുക. നിങ്ങളുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളൊരു മിനിമം ഒരു അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുക. അത് നിങ്ങളുടെ ബോഡിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഹോബീസ്, ഈ ഹോബി എന്ന് പറയുന്ന കാര്യം ഇപ്പോഴത്തെ കാലത്ത് ഒന്നും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികളോടൊക്കെ ഹോബി എന്താ ചോദിക്കുമ്പോഴത്തേനും അവർ ഉറക്കം എന്നൊക്കെയാണ് പറയുന്നത്. ഉറങ്ങുന്നതൊക്കെ ഒരു നല്ല കാര്യമാണ്. ബട്ട് നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ ഇഷ്ടത്തോടെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നും ഇപ്പോഴത്തെ കാലത്ത് കുറഞ്ഞാണ് വരുന്നത്. ഒരു പെയിൻറ്റിങ് ചെയ്യുക, ഒരു ഡ്രോയിങ് ചെയ്യുക, ഞാൻ പറഞ്ഞില്ലേ, ഒരു മൂവി മുഴുവനായിട്ടിരുന്ന് കാണുന്നത് പോലും പറ്റുന്നില്ല നമുക്ക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര തവണ നമ്മൾ ഒരു മൂവി, ഒരു 2.5-3 മണിക്കൂറിൻ്റെ ഒരു മൂവി നമ്മൾ കാണുമ്പം എത്ര തവണ നമ്മൾ ബ്രേക്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. സോ ഇതൊക്കെയാണ് എനിക്ക് ഡോപ്പമിൻ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയുക. സോ നല്ല ഒരു വീഡിയോ ആയിട്ട്, നമുക്ക് ഇതേപോലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.